ഉണ്ടാക്കുന്ന റെസിപ്പി ആയിട്ടാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. എന്ന റെസിപ്പിയിലോട്ട് പോകാം. മുത്താറി ഹൽവ ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 കപ്പ് മുത്താറിയാണ്. ഇത് 4 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുള്ള മുത്താറിയാണ്. ഇത് നമുക്ക് അരച്ചെടുക്കാം. നല്ലതുപോലെ കഴുകിയതിന് ശേഷം നമ്മൾ ഒരു ജാറിലിട്ട് അരച്ചെടുക്കണം. അതിലേക്ക് 2 കപ്പ് തേങ്ങ ചിരകിയതും കൂടി ഇട്ട് കൊടുക്കാം. 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ അരച്ചെടുക്കുന്നത്. കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. ഇനിയിപ്പോൾ ഇത് നല്ലതുപോലെ അരച്ചെടുത്തിട്ട് വരാം. അരച്ചെടുത്തതിന് ശേഷം നമ്മളിതൊരു പാത്രത്തിലേക്ക് അരിച്ചൊഴിക്കണം. ഇതിൻ്റെ തൊലിയൊന്നും നമുക്ക് ആവശ്യമില്ല. ഇതിൻ്റെ പാല് മാത്രമേ ആവശ്യമുള്ളൂ. ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 കപ്പ് പച്ചരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ആക്കി എടുക്കാം. കട്ടിയൊന്നും ഇല്ലാതെ തന്നെ നമ്മൾ മിക്സ് ആക്കി എടുക്കണം. അപ്പം നമ്മളിതാ കട്ടയൊന്നും ഇല്ലാതെ കലക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ വെച്ച മുത്താറിൻ്റെ കൂട്ടിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കണം. ഇനിയിപ്പോൾ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ വെല്ലമാണ് ഇട്ട് കൊടുക്കുന്നത്. അത് 250 ഗ്രാം വെല്ലം ഉരുക്കി അരിച്ചിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. തണുത്തതിന് ശേഷമാണ് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇതും കൂടി ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. ഇനിയിപ്പോൾ ഇതിലേക്ക് 1 നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി ഇതുപോലെ മിക്സാക്കി എടുക്കണം. ഇനിയിപ്പോൾ എല്ലാം മിക്സായി വന്നതിന് ശേഷം നമുക്ക് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇളക്കിയെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമ്മൾ കുക്ക് ചെയ്താൽ മതി. അടിക്ക് പിടിക്കാതെ നോക്കണം. മുത്താറിയും അരിയും എല്ലാം വേഗത്തിൽ തന്നെ കട്ട പിടിക്കുന്നതാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് ഇളക്കിക്കൊണ്ടിരിക്കണം. കൈവിടാതെ തന്നെ ഇളക്കണം. നമ്മളെ കൂട്ടെല്ലാം ഒന്ന് കട്ടിയായി വന്നിട്ടുണ്ട്. നല്ലതുപോലെ അടുക്കി പിടിക്കാതെ ഇളക്കി കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മളെ കൂട്ട് ഈ വിധത്തിലായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂണോളം നെയ്യാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ മിക്സാക്കി എടുക്കണം. ഇനിയിപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഏലക്ക പൊടിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതും കൂടി ഇട്ട് നല്ലതുപോലെ മിക്സാക്കി എടുക്കണം.
ഇത് നല്ലതുപോലെ മിക്സായി വന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ആവിയിൽ വേവിച്ചെടുത്ത നേന്ത്രപ്പഴം ചെറുതായി മുറിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു നേന്ത്രപ്പഴമാണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് കടലപ്പരിപ്പ് കുതിർത്ത് ഒരു വിസിൽ വരുന്നവരെ വേവിച്ചെടുത്തതാണിത്. ഇതും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ സമയം നമ്മൾ കൂട്ടെല്ലാം ഒന്ന് പാത്രത്തിൽ നിന്നെല്ലാം വിട്ട് വന്നിട്ടുണ്ട്. നല്ല ടൈറ്റായി വരുന്നത് വരെ ഇങ്ങനെ നമ്മൾ ഇളക്കി കൊണ്ടിരിക്കണം. ഇനിയിപ്പോൾ ഇതാ നമ്മൾ ഹൽവയെല്ലാം പാകമായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു നെയ്യ് തടവിയ പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നല്ലതുപോലെ ഇത് തണുത്ത് വരണം. തണുത്ത് വന്നതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് മുറിച്ച് പീസാക്കി എടുക്കാം. ഇത് നമ്മളിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് എടുത്തിട്ടുണ്ട്. രാത്രി വെച്ച് രാവിലെയാണ് എടുക്കുന്നത്. ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രത്തിലോട്ട് തട്ടി കൊടുക്കാം. ഇനിയിപ്പോൾ ഇതാ ഹൽവ കട്ട് ചെയ്ത് നോക്കാം. നമ്മൾ ഹൽവ ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒരു തവണ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. എന്നാൽ അടുത്ത റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം.